നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിയുമ്പം അയാളുമായിട്ട് അയാൾ എൻ്റെ ആളാണ് എന്ന് പറയാനും അയാളുമായി സൗഹൃദം കൂടാനും ഒക്കെ ധാരാളം ആളുകൾ വരും. പക്ഷെ അതിനു മുമ്പ് ഇദ്ദേഹമായിട്ട് യാതൊരു അടുപ്പവും കാണിക്കാത്ത ആളുകളായിരിക്കും. ചിലപ്പം കുറ്റവും പറഞ്ഞ് നടക്കുന്നതായിരിക്കും. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു, അയാൾക്കൊരു ഗതി ഉണ്ടായെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ അയാളുടെ തോളെ കൈയിടാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. അപ്പോൾ എല്ലാവരും സുരേഷ് ഗോപിയുടെ ആളാണ്. സുരേഷ് ഗോപി ജയിക്കുന്നു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന് ഒരു ഉയർച്ചയുടെ നാളുകളാണ് രാഷ്ട്രീയത്തിൽ. സിനിമയിൽ അദ്ദേഹം സൂപ്പർ താരമാണ്. അപ്പോൾ മുമ്പ് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്ന പലരും ഇപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നിപ്പം സുകുമാരൻ നായരുടെ പ്രസ്താവന വരുന്നു, അദ്ദേഹത്തിനെ എപ്പോൾ വേണമെങ്കിലും പെരുന്നയിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് വരുന്നു. അങ്ങനെ മറ്റു പലരും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സുകുമാരൻ നായരുടെ പ്രസ്താവന ഒരു കൗതുകം ഉണർത്തുന്ന ഒരു പ്രസ്താവനയല്ലേ എന്നുള്ളതാണ് നമ്മളൊരു അത് പൊതുവിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ സുകുമാരൻ നായരുടെ പ്രസ്താവനയും അതുപോലെ തന്നെ സമുദായ നേതാക്കളുടെ ചില അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്നതാണ്. അത് വെള്ളാപ്പള്ളി പറയുന്നതായിരുന്നാലും അതുപോലെ ചില സഭാ അധ്യക്ഷന്മാർ സംസാരിക്കുന്നതായിരുന്നാലും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായ വിഭാഗങ്ങളാണ് NSSഉം അതുപോലെ ഈഴവ വിഭാഗമായ SNDPയുടെ കീഴിൽ നിൽക്കുന്ന ഈഴവും. പക്ഷേ ഈ NSSന്റെ സുകുമാരൻ നായർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 2015 ആ ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്ന ആ സമയത്ത് അദ്ദേഹം പെരുന്നയിൽ പോയിരുന്നു. സുരേഷ് ഗോപി പെരുന്നയിൽ പോയിരുന്നു. ആ പെരുന്നയിൽ പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും സുകുമാരൻ നായർ പെരുമാറുകയും ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ആരുടെ ചോദിച്ചിട്ടാണ് ഇവിടെ കയറിയത്, ആര് പറഞ്ഞു ഇവിടെ കയറാൻ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അത് അന്ന് വളരെയധികം ചർച്ച ചെയ്തതാണ്. നമ്മൾ വളരെയധികം കേരളം അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, സുകുമാരൻ നായർ അങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് വളരെയധികം ചർച്ച വന്നതാണ്. പക്ഷെ പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് അവരുടെ ഈ ബഡ്ജറ്റ് സമ്മേളനം നടക്കുകയാണല്ലോ, അപ്പോൾ ആ ഹാളിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലല്ല, അത് ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്നത് ഈ പറയുന്ന മന്നം സമാധി ആ ഭാഗത്തല്ലല്ലോ. അത് വളരെ കുറച്ചും കൂടെ അകത്തോട്ടുള്ള വലിയൊരു ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. പക്ഷെ അദ്ദേഹം വന്നത് ഈ മന്നം സമാധിയിൽ വരികയും അവിടെ വരികയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അവിടെ കയറിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ സമ്മേളന സ്ഥലത്തോട്ട് സുരേഷ് ഗോപി പോയിട്ടില്ല. അനുവാദമില്ലാതെ വന്നു മുൻകൂട്ടി. അല്ല, അത് ശരിയായിരിക്കാം. അത് ശരി. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു തൻ്റെയും കൂടിയാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണല്ലോ നമ്മളിപ്പം എവിടെയും ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത്. ഒരു വീട്ടിൽ നമുക്ക് കയറി ചെല്ലാൻ തോന്നുന്നതും ആ വീട് എൻ്റെയും കൂടി ആണെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു സ്വതന്ത്രമായിട്ട് അവിടെ കയറുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ അവിടെ ബെല്ലടിച്ച്, അതല്ലെങ്കിൽ ബെല്ലില്ലെങ്കിൽ ഗേറ്റിൽ ശബ്ദം ഉണ്ടാക്കി നമ്മൾ അങ്ങനെ കയറി ചെല്ലും. അതല്ലാതെ നമ്മൾ ഒന്ന് പെട്ടെന്ന് കഥവ് ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ടങ്ങ് കയറാൻ തോന്നുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ വീടുമായിട്ട് അത്ര നല്ലൊരു ബന്ധമുണ്ട്, അത് എൻ്റെയും കൂടിയാണെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. അത് തന്നെയായിരിക്കും സുരേഷ് ഗോപിയെ അന്ന് നയിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ അന്ന് അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറി. പക്ഷേ 2019 അദ്ദേഹത്തിന് അത് മാറ്റം വന്നു. സുകുമാരൻ നായർക്ക് മാറ്റം വരുത്തി. അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അവിടെ വന്നപ്പോൾ വിളിച്ച് വരികയും അവിടെ സംസാരിക്കുകയും വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പും സുരേഷ് ഗോപി പെരുന്നയിലെത്തിയിരുന്നു. അപ്പോഴും സുകുമാരൻ നായർ വളരെ കാര്യമായിട്ടാണ് ഇടപെട്ടത്. 2015 ചെയ്തത് വളരെ മോശമായി പോയി എന്ന് അദ്ദേഹത്തിന് പിന്നീട് തോന്നിക്കാണും. അതുകൊണ്ടാണല്ലോ പിന്നീട് ഇതെല്ലാം ചെയ്തത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആലോചിക്കേണ്ടത് ഈ NSS എന്ന് പറയുന്ന ഒരു സമുദായ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സമുദായമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പ്രമുഖമായ സമുദായമാണ്. പക്ഷെ അവർ ഈ സമദൂരം എന്ന് പറയുന്ന സമ്പ്രദായം വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എവിടെയും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ എന്ത് കാര്യങ്ങളും ഈ പൊളിറ്റിക്കലായിട്ടൊരു സമ്മർദ്ദം ചെലുത്തി മാത്രമാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. ആ സമദൂരം പറഞ്ഞ് ഇങ്ങനെ ഈ പൊളിറ്റിക്സിൽ നിന്ന് വളരെ അകന്നു നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലെ മറ്റു പല സമുദായങ്ങളും, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സമുദായങ്ങൾ അവർ സമ്മർദ്ദം ചെലുത്തിയിട്ട് പൊളിറ്റിക്സ് നേതൃത്വത്തിൻ്റെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതാണ് കാണുന്നത്.
പക്ഷേ ഇത് ഈ പറയുന്ന പിന്നെ ഈ സുകുമാരൻ നായർക്കും ആ NSSനും ആ NSSന്റെ കീഴിൽ നിൽക്കുന്ന സമുദായത്തിന് ഒരു പ്രയോജനം ചെയ്യാൻ ഈ പൊളിറ്റിക്കൽ നേതൃത്വത്തിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇദ്ദേഹം നടത്തിയ ഒരു കീ പോസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞത് അറിയാമല്ലോ. അന്ന് ചെന്നിത്തലയെ രക്ഷപ്പെടുത്താനും ചെന്നിത്തലയ്ക്ക് ഒരു പോസ്റ്റ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അന്ന് പിന്നെ തിരുവഞ്ചൂരിനെ തട്ടിയിട്ട് കൊണ്ടുവരിക എന്നുള്ള ഐഡിയ ആയിരുന്നു. ഇദ്ദേഹം തന്നെ പണ്ട് ശശി തരൂരിനെ ഡൽഹി നായർ എന്ന് വിളിച്ചിരുന്നു. ഡൽഹി നായർ. പിന്നീട് ശശി തരൂരിനെ ഈ അടുത്ത് വളരെ വലിയ കാര്യമായിട്ട് അയാൾ നമ്മുടെ മലയാളിയാണ്, പാലക്കാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞുള്ള ഇത് വന്നു കഴിഞ്ഞു. അപ്പൊ സത്യത്തില് നമ്മൾ കാണുന്നത് പിന്നീട് അതൊക്കെ ആ നിലപാടുകളൊക്കെ അദ്ദേഹം തിരുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ തിരുത്തുക എന്നുള്ളതല്ലല്ലോ. ഒരു വലിയൊരു സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ ആ സമുദായത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ ആണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പൊളിറ്റിക്സിൽ ഇടപെടണം, കൃത്യമായിട്ട് ഇടപെടണം. ഞാനത് വ്യക്തമായിട്ട് കാണുന്നത് വെള്ളാപ്പള്ളിയിലാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി അക്കാര്യത്തിൽ വളരെ ക്ലിയറാണ്. അതുപോലെ മറ്റു ചില സമുദായങ്ങൾ, കോഴിക്കോട്ട് കേന്ദ്രീകരിച്ചുള്ള മറ്റു ചില സമുദായങ്ങളൊക്കെ കൃത്യമായിട്ടും പൊളിറ്റിക്സിൽ ഇടപെടുന്നുണ്ട്. കാരണം പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ട് മാത്രമേ നമ്മുടെ നാട്ടിലെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രധാനം, അവരാണ് ഭരിക്കുന്നത്, അവരുടെ കയ്യിലാണ് പവറുള്ളത്, രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലാണ് പവറുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ പവറുള്ളപ്പോൾ രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടുക തന്നെ വേണം. അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. ഇവിടെ NSSന്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാം. NSSന് ഏറ്റവും തുടക്കം മുതൽ NSS പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത്. പണ്ട് മുതൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ സാമ്പത്തിക സംവരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഈ NSSകാർ പറയുന്നു, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ. പക്ഷെ പിന്നീട് കുറച്ചും കൂടെ മുതിർന്നപ്പോഴാണ് എന്താണ് സാമ്പത്തിക സംവരണം എന്ന് NSS ഉദ്ദേശിക്കുന്നത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാരുടെ അനുഭവങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഈ ഗവൺമെൻറ്റും നരേന്ദ്രമോദി ഗവൺമെൻറ് അത് കൃത്യമായിട്ട് കൊണ്ടുവന്നു കേന്ദ്രത്തിൽ. പക്ഷേ ആ ഗവൺമെൻറ്റിന് അതിൻ്റെതായ ഗുണം ഈ സമുദായ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമാണ് അത് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടും പ്രത്യേക കഴിവ് കൊണ്ടുമാണ് അത്തരം ഉണ്ടായുള്ളത്. അപ്പോൾ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ NSS വളരെ വർഷങ്ങളായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതിന് ശേഷം പോലും അതിനെ ഒന്ന് പിന്താങ്ങാൻ, അതൊരു നല്ല കാര്യമാണെന്ന് പറയാനോ അതിനെ പിന്താങ്ങിയിട്ട് ആ ഗവൺമെൻറ്റോട് നല്ലതെന്ന് പറയാനോ ഈ NSSന്റെ ഈ സുകുമാരൻ നായർ വാ തുറന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണത്. NSSന്റെ ഒരു നിലപാട്, അദ്ദേഹം സമദൂരം നിലപാട് സ്വീകരിക്കുന്നു രാഷ്ട്രീയമായി, അതാണ് നല്ലതെന്ന് ചിലപ്പം സംഘടനയ്ക്ക് തോന്നിക്കാണുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സമുദായം, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും അമിതമായ അടുപ്പം വേണ്ട. അല്ലെങ്കിൽ അമിതമായി ഈ NSSന് പണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നതാണ്, ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പിന്നീട് അത് ഇല്ലാതായിപ്പോയി. അപ്പം അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന ഒരു സംഘടനയാണ്. അതെ അതെ. അതിനുശേഷമാണ് ഇപ്പോൾ SNDP ഒക്കെ വന്നിട്ട് BDJS ഈ ഇലക്ഷനിലാണ് പിന്നെയും കുറച്ച് വോട്ട് സമാഹരിക്കാൻ തുടങ്ങിയത്. അതെ അതെ. അവർക്കൊരു മന്ത്രി ഉൾപ്പെടെ അത് ഉണ്ടാകാൻ പോകുന്നു. ഇനി വരാൻ പോകുന്നത് ഈ BDJSന് കുറച്ചും കൂടെ പ്രാധാന്യം വന്നു തുടങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അപ്പൊ അതും കൂടെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ രണ്ട് സമുദായത്തെ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നതല്ല, പക്ഷേ അപ്പോഴേക്കും NSS ഇപ്പോഴും സമദൂരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് വളരെ NSSനകത്തുള്ള സമുദായ വിശ്വാസികളുടെ ഇടയിൽ തന്നെ അതൊരു ചർച്ച ആവുന്നുണ്ട്. ഇങ്ങനെ ഒരു സമദൂരം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഗുണം ഉണ്ടാകുന്നുണ്ട്? അതേസമയം മറ്റുള്ളവർ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ BDJSന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും BDJS ഇനി അത്യാവശ്യം പൊളിറ്റിക്കൽ പവർ അവരുടെ കയ്യിൽ വരും. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൊളിറ്റിക്കൽ പവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവരുടെ സമുദായത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയും. പക്ഷെ അപ്പോഴേക്കും ഈ സമദൂരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന NSSന് എന്ത് കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞത് സുരേഷ് ഗോപി NSSന്റെ കഴിവ് കൊണ്ട് മന്ത്രിയായതൊന്നുമല്ല. ആ ഒരു സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. NSSന്റെ കഴിവ് കൊണ്ട് വന്നതല്ല, NSSന്റെ ആവശ്യപ്രകാരം വന്നതുമല്ല. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ജയിച്ചു വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ജയിച്ചു വന്നതുകൊണ്ടും മന്ത്രി ആയതാണ്. അതിന് ഞങ്ങൾ അവകാശപ്പെടാനൊന്നുമില്ല സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അത് NSSന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് അവരുടെ സമുദായത്തിനും അങ്ങനെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആ സമുദായം മുന്നോട്ട് വരാറില്ല. അതാണ് ഇപ്പോൾ സുകുമാരൻ നായരുടെ ഇന്ന് കണ്ടത്. പക്ഷെ എങ്കിലും എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്,
പൊളിറ്റിക്സിൽ ഇത് പോരാ, ഈ സമദൂരം എന്നത് ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്.